സുഹൃത്തുക്കളെ, നമ്മൾ പെരുന്നാളിന് പെങ്ങളെ വീട്ടിലേക്ക് പോയി. പെങ്ങളെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്താണ് ഇങ്ങനെ പ്ലാനിങ് വന്നത്, നമ്മളിന്ന് ചാലിയം ബീച്ചിൽ പോകുന്നില്ലെന്ന്. ആ സമയത്ത് അപ്പോൾ പെങ്ങളും മക്കളൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് പോകുമെന്ന് പറഞ്ഞ് അവരും കൂടെ കൂടി. നമ്മൾ ചാലിയത്തൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, ചില പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ നമ്മൾ നല്ല ബ്ലോക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ചാലിയത്തിന് മുമ്പ് നമുക്കറിയാം മില്ലിൻ്റെ ഫോറസ്റ്റ് ഏരിയയിൽ കൂടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ചാലിയം ബീച്ചിലെ ലാസ്റ്റ് എൻഡിക്കട്ട നമ്മൾ കയറുന്നത്. കയറിയ സമയത്തിന് ചെറിയൊരു വെയിൽ പോലൊക്കെ ഉള്ള സമയത്ത് അപ്പോൾ അവരുടെ ഷെഡിൻ്റെ ബാക്കിൽ കൂടെ ഇങ്ങനെ തണലുള്ള ഭാഗത്ത് കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അത് നടന്ന് നേരെ എത്തുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പൺ ജിമ്മിൻ്റെ ഭാഗത്ത് കിട്ടാം. ആ ഓപ്പൺ ജിമ്മിൻ്റെ ഭാഗം കണ്ടപ്പോൾ തന്നെ മക്കൾ നേരെ അങ്ങോട്ട് ഓടി പല ഐറ്റംസ് സാധനങ്ങൾ കാണുന്നുണ്ട്. പലതും അവർ കളിക്കാൻ അറിയില്ല, എന്താണെന്നുള്ള അറിയില്ല. അറിയുന്ന അതിലൊക്കെ തൂങ്ങി നോക്കട്ടോ. അപ്പോൾ അവരിങ്ങനെ തൂങ്ങി, പലരും അനിയൻ്റെ മക്കളൊക്കെ തൂങ്ങുന്നുണ്ട്, പലരും തൂങ്ങുന്നുണ്ട്, പലർക്ക് ഫുള്ളൊക്കെ കഴിയുന്നില്ല, മക്കളാണല്ലോ. അത് അവർക്ക് എങ്ങനെയാണ് സിസ്റ്റങ്ങൾ എന്ന് ശരിക്കും അറിയുന്നില്ല തോന്നുന്നുണ്ട്. രണ്ട് കൈ ഒരുമിച്ച് പിടിക്കുകയാണോ, ഓരോ കൈ കൊണ്ട് ഇങ്ങനെ പോകാനോ അറിയില്ല. അപ്പം ഓരോ പ്രായക്കാരാണ് അനിയൻ്റെ മക്കളൊക്കെ. അവർക്ക് ഒന്നോ രണ്ടോ കമ്പി പിടിച്ച് പോകാൻ കഴിയാതെ എടുത്ത് ചാടുന്നുണ്ട്. പിന്നെ ഒരു അനിയൻ്റെ മോന് കുറച്ച് പ്രായമുള്ള സ്വരുപ്പുള്ള മോനായതുകൊണ്ട് ഓനത് എങ്ങനെയാണെന്നുള്ള ശരിക്കും ഒറ്റയ്ക്ക് ഇവിടുന്ന് അങ്ങോട്ട് റിട്ടേൺ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കാണാം. അവനാണ് അടുത്ത് പോകുന്നത്. അങ്ങനെ അവൻ പെട്ടെന്ന് സ്കൂളായിട്ട് പോയിട്ട് അവിടെ പോയിട്ട് ചാടിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നേരെ ഇങ്ങനെ വന്ന് പെങ്ങളുടെ മക്കളൊക്കെ അവരിങ്ങനെ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ്. ചാലിയത്ത് നമുക്ക് ബീച്ചിൽ പോയാലൊക്കെ അറിയാമല്ലോ, പ്രത്യേകിച്ച് പെരുന്നാളാണല്ലോ. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് മക്കൾ നേരെ എത്തി. കുറച്ച് ആളുകൾക്ക് കുളിക്കണം എന്ന് പറയുന്നുണ്ട്, കുറച്ച് ആളുകൾ ഡ്രസ്സ് കയ്യിൽ കരുതിയിട്ടുണ്ട്, അവർക്ക് പോവുകയാണെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. ഒരാളുകൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അവരെത്തി മണലിൽ നേരെ കണ്ടാൽ മറ്റൊരു മക്കൾക്കറിയല്ലോ, നേരെ കുയ്യുത്തലും. ബീച്ചിൽ പോയി കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള പരിപാടിയാണല്ലോ, മണലുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുക, കുയ്യുത്തുക, അങ്ങനെ ഓരോന്നും ചെയ്യും. അപ്പോൾ അത് ഇങ്ങനെ തുടങ്ങി. കുറച്ച് ആളുകൾ നേരെ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് വെള്ളത്തിൽ ഓടുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് എന്താണെന്ന് അറിയില്ല, തിരമാലകൾക്ക് ചില സമയത്തൊക്കെ നല്ല അതിശക്തിയായിട്ട് തന്നെ തിരമാല അടിക്കുന്നുണ്ട്. പല ആളുകൾ അവിടെ പോയിട്ട് തിരമാല വന്ന് നമുക്കറിയാലോ, കടപ്പുറത്ത് പോയി എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ തിര വന്നിട്ട് അത് മാച്ച് കളയുന്ന ഒരു സിസ്റ്റങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്യാറുണ്ട്. അതുപോലെ ഇവരും അവിടെ പോയിട്ട് എന്തെല്ലാം എഴുതി വെക്കുന്നുണ്ട്. അത് തിര വന്നിട്ട് നേരെ അത് മാച്ച് കളയുന്നുണ്ട്. അതൊക്കെ അവർ പരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈഫാണ് അവിടെ ഇങ്ങനെ എന്തൊക്കെ എഴുതുന്നത്. അത് നേരെ മകളുണ്ട് അതിൻ്റെ അടുത്ത്. മക്കളാണെങ്കിലോ വെള്ളത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അതാണ് നമുക്ക് എവിടെ പോയാലും നമ്മളെ കൂടെയുള്ള ആളുകളെ സേഫ്റ്റി നമ്മൾ നോക്കണമല്ലോ. അത് നമ്മൾ കറക്റ്റായിട്ട് നോക്കാഞ്ഞാൽ എന്തെങ്കിലും അപകടങ്ങൾ, ഇതുപോലത്തെ ഓരോ പോക്കിലുള്ള അപകടങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തുക പറയുന്നത് പോലെ അത് തീർച്ചയായിട്ടും നോക്കണം. ആര് പോവുകയാണെങ്കിലും നമ്മളെ കൂടെ പോരുന്ന ആളുകളെ സേഫ്റ്റി നമ്മൾ ഉറപ്പിച്ച് വരുത്തണം, മക്കളാണെങ്കിലും വലിയവരാണെങ്കിലും ആരാണെങ്കിലും. അപ്പോൾ അത് പ്രത്യേകിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മകന് വെള്ളത്തേക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ ഏതായാലും ഫുള്ള് നനഞ്ഞേണ്ട എന്ന് കരുതിയിട്ട് പാൻറ്റും ഷർട്ടൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടോ. ചെറിയ മോൻ്റെത് അവനിങ്ങനെ കുറച്ച് ടൗസറുമേലൊക്കെ വണ്ടിപ്പാഞ്ഞ് വെള്ളത്തിലൊക്കെ പായുന്നുണ്ട്. അതിനിടയ്ക്ക് അറിയാതെ തിര വന്നപ്പോൾ വെള്ളത്തിലൊന്ന് വീണ് ആ സമയത്ത് ടൗസറൊക്കെ അവൻ്റെത് നനഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഇളച്ചിയുണ്ട്, പെങ്ങളെ മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർക്ക് പിന്നെയും പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇതാണ് മോന് വെള്ളത്തിൽ ഇങ്ങനെ നല്ല ഓട്ടം, അവർക്ക് ബീച്ചിൽ പോയാൽ വെള്ളത്തിൽ ഇറങ്ങണം, അല്ലാതെ ഓലുണ്ട് പോരൂല. അപ്പോൾ അങ്ങനെ ഒരു വീണ്ടും കുഴിയെടുക്കുകയാണ്. വെള്ളത്തിൻ്റെ അടുത്ത് കുഴിയെടുത്താൽ അതിൽ വെള്ളം കാണുമെന്നുള്ളതൊക്കെ ചെക്ക് ചെയ്താണ്. വെള്ളം കണ്ടിട്ടുണ്ട്. പിന്നെ മക്കളെന്നായിട്ട് മോനെ തിര വരും, അത് കണ്ട് മേലോട്ട് ഓടുക. അതാണ് പതിവായിട്ട് മക്കളെ കാഴ്ചകൾ നമുക്കറിയല്ലോ. അവർ പിന്നെ ഇളച്ചി അവിടെ ഇങ്ങനെ എന്തെങ്കിലും എഴുതി വെക്കുകയാണ്. അത് തിരമാല വന്നിട്ട് മായ്ക്കുമെന്ന് നോക്കി ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നേരെ നല്ല ഇടയ്ക്ക് നല്ല അതിശക്തിയായിട്ട് തിരമാല അടിക്കുന്നുണ്ട്. തിരമാല അടിച്ച് ആ ഏറ്റുകളൊക്കെ ഫുള്ള് മാഞ്ഞ് കളിച്ചിട്ടോ. അതിനപ്പുറത്തൊക്കെ മക്കൾ കണ്ടില്ലേ, എന്തൊക്കെ പൊങ്ങി വരുന്ന സാധനം എടുത്തിട്ട് വെള്ളത്തേക്ക് ഇടുക, വീണ്ടും എടുക്കാൻ പോവുക. അപ്പോൾ അത് നമുക്ക് കണ്ടിട്ട് തന്നെ നമുക്ക് മനസ്സിലേക്ക് ഒരു ബേജാറ്, മക്കളിങ്ങനെ വെള്ളത്തേക്ക് ഇറങ്ങി പോകുന്നതൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ നമ്മളത് അവരെ പേരൻസിനെ അറിയിച്ചിട്ട് മക്കളെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മളെ മക്കളെ നമ്മൾ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. പിന്നീട് ഞാൻ പറഞ്ഞു കയറിക്കളെന്ന് പറഞ്ഞിട്ട് മക്കളെ പിടിച്ചിട്ട് വെള്ളത്തിൽ നിന്ന് കയറ്റിയാട്ടോ. വെള്ളത്തിൽ നിന്ന് കയറി പോകുന്നതിന് ശേഷം അവർക്ക് പോരാൻ താല്പര്യമില്ല, കുറച്ചും കൂടി നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ കുഴിയിരിക്കുകയാണ്. 2-3 ആളുകൾ ഒരുമിച്ച് അവിടെ കുഴിയൊക്കെ കുത്തി എടുത്ത്, എന്നാലും വീണ്ടും കൈയും കാലൊക്കെ കഴുകി നമ്മൾ കയറിട്ടോ. നേരെ കയറുന്ന സമയത്ത് കാറും റേസിങ്ങൊക്കെ കണ്ട് അതിലൊക്കെ ഒന്ന് കയറി. അത് കഴിഞ്ഞതിന് ശേഷം നേരെ അടുത്തുള്ള ചായക്കട ഉണ്ട്, അവിടെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. എല്ലാവരും കൂടി അവിടെ ചായയൊക്കെ കുടിച്ച് എല്ലാവർക്കും ഓരോരുത്തർക്ക് ഓരോ പ്ലേറ്റ് ഇങ്ങനെ പറയും, മേശമേൽ വെക്കുന്നേ കാണുള്ളൂ കാലിയായിട്ടോ. ഓരോ ഐറ്റംസ് അവിടെ എന്തൊക്കെയുള്ള കടക്കുന്നുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അതെല്ലാവരും ഓരോ സാമ്പിൾ ഓരോന്ന് നോക്കി ഇല്ലാതൊക്കെ അവിടെ ഗ്യാസ് മില്ലൊക്കെ അടിച്ചു കൊടുത്തതിൻ്റെ ശേഷം നേരെ നമ്മൾ ഒരു സെൽഫിയും ഫോട്ടോസൊക്കെ കുറച്ചെടുത്ത് എല്ലാവരും ഉഷാറായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടപ്പം കുറച്ച് നേരം അവിടെ ഇരുന്ന് എല്ലാ കടികളും സാമ്പിൾ നോക്കിയിട്ടുണ്ട്. എല്ലാവരും മാറി മാറി. പിന്നീടാണ് ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ അടുത്ത് നിന്ന് തന്നെ എന്നിട്ട് ഫോട്ടോസും സെൽഫിയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ.